ചെറിയ പെൺകുട്ടികളുടെ തല പോലും മൂടിക്കെട്ടി നടത്തുന്ന ചില ഉമ്മമാരെ കാണാം. അതൊക്കെ വളരെ മോശമല്ലേ? കുറച്ചൊക്കെ ഈ പ്രായത്തിൽ ഒരു ഇളവ് നാം കൊടുക്കേണ്ടതല്ലേ? എപ്പോഴും നമ്മുടെ ഈ വിട്ടുവീഴ്ച ശരിക്കും നമ്മെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ അത്ര കണിശമായിട്ടല്ലെങ്കിലും അതിൻ്റെ ഗൗരവം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് വാസ്തവം. അല്ലാതെ മക്കളെ ബുദ്ധിമുട്ടിച്ച് അവരെ അങ്ങോട്ട് പിടിച്ചിരുത്തി അങ്ങനെ ചെയ്യിപ്പിക്കലല്ല. അതിൻ്റെ ഗൗരവം മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവർ സ്വയമേ തന്നെ അവരുടെ വളർന്നു വരുമ്പോൾ അവരുടെ മുടി, അവരുടെ ശരീരശകലങ്ങൾ, അവരുടെ സൗന്ദര്യം അത് അന്യപുരുഷന്മാർക്ക് ആസ്വദിക്കാനും കാണാനും ഉള്ളതല്ല, അത് ഞാൻ വളരെയേറെ ഗൗരവത്തോടെ സംരക്ഷിക്കേണ്ടതാണ് എന്ന ബോധം മക്കൾക്കുണ്ടാക്കി കൊടുക്കലാണ് ഉമ്മയും വാപ്പയും ചെയ്യേണ്ടത്. പിന്നെ ചെറുതിലേ ഉള്ള ശീലമാണ് തീർച്ചയായും വലുതാകുമ്പോൾ ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു മയപ്പെടുത്തൽ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ചോദ്യകർത്താവ് പറഞ്ഞതിൻ്റെ അത്രയും ഇല്ലെങ്കിൽ പോലും നമ്മളവരെ വാശി പിടിച്ച് നിർബന്ധിച്ച് തലകെട്ടി വെക്കുന്ന അവസ്ഥയിലായി പോകരുത്. അതിന് ഗൗരവം പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞു മക്കൾക്ക് ശരിക്കും മനസ്സിലാവുകയും അതവർ ഓട്ടോമാറ്റിക്കലി തന്നെ ഉപയോഗിക്കുകയും ചെയ്യും. അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. മറ്റ് രീതിയിലാണെങ്കിൽ മാതാപിതാക്കളില്ലാതെ വരുമ്പോൾ ക്യാമ്പസുകളിൽ ഉമ്മയും വാപ്പയും ഇല്ല. ഇന്ന് സംഭവിക്കുന്ന അതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തലമറച്ച് നല്ല വസ്ത്രം ധരിച്ചിറങ്ങുന്നു. അടുത്ത ബസ് കയറി അടുത്ത ജംഗ്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ കയറിയ പെണ്ണായിരിക്കില്ല ഇറങ്ങി വരുന്നത്, പല കോലത്തിലും പല രൂപത്തിലുമായിരിക്കും. അത് മാതാപിതാക്കളുടെ ഈ ശക്തമായ കണിശ നിലപാട് കൊണ്ടാണ്. അവർക്കിതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് ചെയ്താൽ തീർച്ചയായിട്ടും മക്കൾ ഇസ്ലാമിൻ്റെ സർക്കിളിനകത്ത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരായി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. അള്ളാഹു അങ്ങനെയുള്ളവരാക്കി നമ്മയും നമ്മുടെ മക്കളെയും മാറ്റട്ടെ. ആമീൻ.